പേരാ കണ്ണ? നിന്റെ ശരിക്കുള്ള പേരെന്താ? ആരവ് രാമകൃഷ്ണ. ആഹാ, കിടിലൻ പേരാണല്ലോ, എനിക്കിഷ്ടായിട്ടോ. താങ്ക് യു ആന്റി, ഇത് ഡാഡിക്ക് ഇഷ്ടപ്പെട്ട പേരാ. നിന്റെ ലക്ഷ്മിക്ക് ഫീൽ ആയിന്നല്ലേ പറഞ്ഞേ? വാ നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കേ. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ലച്ചുന് എന്താ മനസ്സിലായത്? രാമേട്ട, അത് ആഹാ, കഴിഞ്ഞില്ലേ നിങ്ങളുടെ സംസാരം? എന്താ ലച്ചു, ഞാൻ വന്നത് എനിക്കിഷ്ടായില്ലേ? എടി, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെയാണെങ്കിലും അച്ഛനും മോനും ഞങ്ങളോടും കൂടെ പറയാറുന്നില്ലേ? ഇതിപ്പം നീ വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞു. എന്റെ ലച്ചൂസേ, കണ്ണൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഇനിയിപ്പൊ നിന്റെ അടുത്താണ് പറയുന്നെങ്കിൽ നീ കേൾക്കത്തില്ലേ? അത് ബട്ട് ഓക്കെ, ശരി, ഇന്ന് നീ ഇവിടെ തനിക്കാം. നാളെ മുതൽ നീ അവന്റെ കാര്യങ്ങൾ നോക്കിക്കോ. ഓക്കെ ലച്ചു, നീ അവക്ക് റൂം കാണിച്ചു കൊടുക്ക്. ആ ഏട്ടാ. ആഹാ, അമ്മയുടെ മോനെ എണീച്ചോ? ഇങ്ങ് വാടാ. ഇനിയിപ്പം നോക്കണ്ട, രാത്രി ഇവന് ഉറക്കം ഉണ്ടാകത്തില്ല. എന്താടി ഇവന്റെ പേര്? ആയുഷ്. കിച്ചു എന്നാ വിളിക്കാറ്. ആഹാ, കിച്ചുസേ, ഇങ്ങ് വാടാ, ആന്റി ഒന്ന് നോക്കട്ടെ. ആ, ഇടക്കൊക്കെ ഇങ്ങ് വരണേ വാ. അവന് പരിചയം ഇതാഞ്ഞിട്ടാടി. ഓ, അങ്ങനെയാണോ? നോ പ്രോബ്ലം, നമുക്ക് വഴി പരിചയപ്പെടാലോ. ഞാനെന്നാ റൂമിലോട്ട് പോവാ. കണ്ണാ, നീ വരുന്നില്ലേടാ? ഡാഡി ചെന്നോ? ഞാൻ ആന്റിക്ക് റൂമൊക്കെ കാണിച്ചിട്ട് വരാം. ആ ശരി, എന്നാ ഞാൻ പോവാ. എന്നാ പിന്നെ റൂമൊക്കെ കാണിച്ചിട്ട് വാ. ചെല്ലല്ല. കണ്ണ, വാ പോവാ. ആ ഇവ ആന്റി. ഇത്രയും ഫുഡൊക്കെ എന്തിനാടി? കഴിക്കാൻ, അല്ലാണ്ട് പിന്നെ എന്തിനാ? അതെയോ, എനിക്കറിയില്ലായിരുന്നു. താങ്ക്സ്. ഒടി, കണ്ണനും കിച്ചനൊക്കെ ഇത് ഒരുപാട് ഇഷ്ടം. അതാ ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ഇവിടെ ഇങ്ങനെ വരുത്തിരിക്കല്, ടൈം പോകാൻ ഇതൊക്കെ ധാരാളം. ആ, ഇനിയിപ്പം വരുത്തിരിക്കണ്ട, ഇനി മുതൽ ഞാൻ ഉണ്ടല്ലോ. ആ പിന്നെ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കണ്ണൻ. അവന് ദേഷ്യം വന്നാണല്ലോ കൈ നീക്കത്തില്ല. നീ ഒന്ന് പോയേ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ, വഴിയെ മനസ്സിലാവൂല്ല. ഓക്കെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ലേ, എന്തുവാ സംസാരമൊക്കെ? പിന്നെ കഴിക്കാൻ വല്ലതും ആയോ ആവോ? ഓ, കണ്ടില്ലല്ലോ, എവിടെ പോയെന്ന് വിചാരിച്ചിരുന്നതേ ഉള്ളൂ. അയ്യോ, എന്റെ ഭാര്യയ്ക്ക് എന്നെ കാണാനിട്ട് സങ്കടമായോ? നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ പിള്ളേരെ വിളിച്ചിട്ട് വരാം. ഹലോ ക്യൂട്ടീസ്, വിശക്കുന്നില്ലേ? പൊട്ടാക്കല്ലേ, വേഗം വന്നേ, വാ. അതെ ഡാഡി, കഴിഞ്ഞോ? വേഗം വാ, ഞങ്ങൾ കഴിക്കാൻ പോവാ, വേഗം. ആ കണ്ണ, കഴിഞ്ഞടാ. ആ ഇവ. ആ സോറി സർ. കണ്ണ, കിച്ചു, വാ പോവാ. അയ്യേ, ശേ. ലച്ചു. എന്താ? ലച്ചു. എന്താ മനുഷ്യ? ലച്ചു, ഈ നൈറ്റ് എനിക്ക് തന്നൂടെ? അയ്യടാ, പോയേ. ഒരു പ്രാവശ്യം എനിക്ക് തന്നതിന്റെ ക്ഷീണി എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ലച്ചു പ്ലീസ്, നീ അല്ലാതെ എനിക്ക് ആരാള? പ്ലീസ്, നീ വന്നേ. ശരത്തേട്ടാ, വേണ്ടട്ടോ, മാറിയ കുട്ടികൾക്ക് വരും, മാറ്. ഇല്ല എൻ്റെ പൊന്ന് ബാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നീ സമ്മതിക്കും. ഓക്കെ ആണെന്ന് പറ, അപ്പം ഞാൻ വിടാം. അപ്പോൾ ഞാനിങ്ങനെ പിടിക്കണോ അതോ പിടിവിടണോ? എന്തോ ശരത്തേട്ടാ, ലച്ചുമ്മ വാ കഴിക്കാം. ചെറിയച്ചവരുണ്ടായിരുന്നോ? വാ ചെറിയച്ചേ, വാ ഈ ആന്റി. നിങ്ങള് എന്നാ അങ്ങോട്ട് ഇരുന്നേ, വാ കഴിക്കാം, വാ. അണ്ണാ, ഡാഡി എവിടെ? ഡാഡി ഫ്രഷായി കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പൊ വരും ലച്ചുമ്മ. ഒരു രീതിയിൽ അങ്ങ് വരുമായിരുന്നു, നശിപ്പിച്ചു. ശരത്തേട്ടാ, അവിടെ നിൽക്കാതെ വാ, നമുക്ക് കഴിക്കാം. ആയി വാ, ദേ വരുന്നു. ജോ, നീ ഇപ്പോ ഹാപ്പി ആണോ? എന്നെ നീ ഓർക്കുന്നുണ്ടോ? ഇല്ല എന്ന് എനിക്കറിയാം. നിന്നെ ഓർക്കാതിരിക്കാൻ ആഗ്രഹിക്കാം. ഇപ്പൊ ഞാൻ ചെന്ന് കിടക്കാം. അവനെ കുറിച്ച് ആലോചിച്ചാ ഇന്ന് ഉറങ്ങത്തില്ല. ആഹാ, രണ്ടും ഉറക്കായോ? ശരത്തേട്ടാ. ഓ,
ഞാൻ വിചാരിച്ചു എന്നെ കാത്തിരിക്കുന്നുണ്ടായിരിക്കണം. ഞാൻ ചെല്ലുകയാണ്. ഇങ്ങോട്ട് എനിക്കറിയാം ഉറങ്ങിയിട്ടുണ്ടാവില്ല. നിനക്കറിയാലോ ഞാൻ ഉറങ്ങിയിട്ടില്ലാന്ന്. പിന്നെ എങ്ങോട്ടാ നീ കിടക്കാൻ ഒരുങ്ങി? ഭാഗ്യ, അതെ, പെട്ടെന്ന് വേണം. എനിക്ക് രാവിലെ നേരത്തെ എണീക്കാനുള്ളതാ. ഓ ആണോ? എന്നാൽ പിന്നെ അങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? രാവിലെ തന്നെ കിച്ചണിൽ കാണുന്നോ? നീ നേരത്തെ എണീക്കോടി. അതിന് ഞാൻ നിന്നെ പോലെ അല്ലടി കേട്ടോ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ പിന്നെ സംസാരിച്ചോട് നിൽക്കണ്ട. ദേ ഈ ലിസ്റ്റ് മൊത്തം കണ്ണന് ഇഷ്ടപ്പെട്ട ഫുഡാ. എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിക്കോ. എന്റെ മഹാദേവ, ഇത് മുഴുവനും ഞാൻ ഉണ്ടാക്കണോ? പിന്നല്ലാതെ മഹാദേവനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കണ്ണന്റെ കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടല്ലേ വന്നേ. അപ്പൊ കിച്ചണിൽ നിന്ന് തുടങ്ങിക്കോ. എന്തുവാടി ദുഷ്ടു, എനിക്കിട്ട് പണി തരുവാണെങ്കിൽ. ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കണ്ണനെ ചെന്ന് എനിക്ക് ഫ്രഷ് ആക്കി കൊണ്ടുപോവാ. ഓ താങ്ക് യു ഡൂത്തെ. എന്നാ ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് വരാം. കണ്ണൻ എണീച്ചൊന്ന് അല്ല ഇന്നത്തെ പോലെ സാറ്. സർ സോറി സർ, ഞാൻ കണ്ടില്ല. താനെങ്ങോട്ടാ ഇത്ര നേരത്തെ? കണ്ണനെ വിളിക്കാനാണോ? ആ സർ. ചെല്ല്. കണ്ണാ കണ്ണാ, എനിക്ക് നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കണ്ടേ? ആ ഇവ ആൻറ്റിയോ? ഇവ ആൻറ്റിയാണോ ഇന്ന് എന്നെ ഫ്രഷ് ആക്കുന്നത്? അതേലോ. എന്താ ഞാൻ ഫ്രഷ് ആക്കണ്ടല്ലോ? ആ വേണം, ഇന്ന് എന്നെ ഇവ ആൻറ്റി ഫ്രഷ് ആക്കിയാൽ മതി. എന്നാ എണീച്ച് വേഗം വാ, നമുക്ക് ഫ്രഷ് ആവാം. ശരത്തേട്ട എണീച്ചേ. കിച്ചുസേ എണീക്കടാ. ആ പറഞ്ഞിട്ട് കാര്യമില്ലടാ കിച്ചുസേ, നിന്റെ ഡാഡി ഭയങ്കര മടിയാണ്. എന്തുവാടി രാവിലെ തന്നെ രണ്ടും കൂടി? എനിക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടിനും ഇപ്പൊ എന്നെ വേണ്ട അല്ലേ? ഇതെന്താടാ ഡാഡി തരാലോ, ഇങ്ങ് വാ. ഉമ്മ മതിയോടാ. പോവാ. അയ്യേ ഈ ചിക്കനോട് മടിയില്ലല്ലോ. കൊച്ചുകാല വന്നെ ആന്റി ഡ്രസ് ചെയ്ത് തരാം. ആ ഈ പാന്റിയുടെ കുട്ടി സുന്ദരനായിട്ടുണ്ട്. താങ്ക് യു ആൻറ്റി. ആൻറ്റിക്കറിയോ, എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ നോക്കില്ലായിരുന്നു. കണ്ണാ പക്ഷേ ഉണ്ടല്ലോ, ഡാഡി എന്നെ നന്നായിട്ട് നോക്കും. പിന്നെ ലച്ചുമ്മ, ചെറിയച്ഛൻ, പിന്നെ കിച്ചസ് ഉണ്ട് എനിക്ക്. ഇപ്പതാ ഇവ ആൻറ്റി. ഞാനിപ്പോ എന്താ അവൻ്റെ അടുത്ത് പറയാ? കണ്ണാ ആന്റിയുടെ കുട്ടി ഗുഡ് ബോയാ. ആരില്ലെങ്കിലും ദേ ഇവരൊക്കെ നിന്റെ ചുറ്റിനുണ്ടെന്ന് നീ ഓർക്കുന്നുണ്ടല്ലോ. ഇതെനിക്ക് ഡാഡി പറഞ്ഞെന്നെയാ. വന്നേ, അവിടെ അവരെല്ലാരും വെയിറ്റിംഗ് ആവും. നമുക്ക് പോവാം. ഓക്കെ ലച്ചുമ്മ, പോവാം.